നമസ്കാരം. ഒരുമാതിരി ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ ഈ ബോച്ചയ്ക്ക് ജാമ്യം കിട്ടി. ഞാൻ ബോച്ചയെ അറസ്റ്റ് ചെയ്തൊരു രീതിയാണ് ഞാൻ പറയുന്നത്. ബോച്ചയെ അറസ്റ്റ് ചെയ്തൊരു രീതി എന്ന് പറഞ്ഞാൽ, ഈ ഹണി റോസ് കൊടുത്ത ഒരു പരാതിയുടെ പിന്നിൽ ബോച്ചയുടെ പിന്നാലെ ഓടിപ്പിടിച്ച് അറസ്റ്റ് ചെയ്തു പോലീസ്. അതിൻ്റെ തെറ്റും ശരിയല്ല പറയുന്നത്, ഈ സർക്കാർ ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുറേ നടിമാർ അവർക്കുണ്ടായ ദുരനുഭവങ്ങളും അവർക്കുണ്ടായ പീഡനങ്ങളൊക്കെ അവർ സംഘടിച്ച് വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ആയി അവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, നേരിട്ട് എല്ലാവരും കൂടി. അത് അന്വേഷിക്കാനൊരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷനിൽ കുറേ ആളുകൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ആമുഖം തന്നെ ഹേമ പറയുന്നുണ്ട്, നക്ഷത്രങ്ങളൊക്കെ തിളങ്ങുന്നതല്ല അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് കുറേ നടന്മാരുടെ ഇതൊക്കെ പറയുന്നുണ്ട്. കുറേ ആളുകൾ അതിൽ കുറ്റക്കാരാണെന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. എന്നിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. എന്നിട്ട് സർക്കാർ എന്താ ചെയ്തത്? 2.5 വർഷത്തോളം ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. 2.5 വർഷത്തോളം പൂഴ്ത്തിവെച്ചു. അതും ഇതുപോലെ പീഡന കേസ് തന്നെയാണ് അല്ലേ? സ്ത്രീകളുടെ പരാതിയാണ്. അതിൽ അന്വേഷിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് മാന്യമായ രീതിയിൽ നടപടിയിലേക്ക് നീങ്ങണം, അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തു വിടണം. അത് പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ആ തീരുമാനം അതിലെടുക്കണം. അന്വേഷിച്ച് കിട്ടിയ റിപ്പോർട്ട് 2.5 വർഷത്തോളം പൂഴ്ത്തിവെച്ചു. എന്നിട്ട് ആ റിപ്പോർട്ടൊന്ന് പുറത്ത് കിട്ടാൻ വേണ്ടിയിട്ട് വിവരാവകാശ കമ്മീഷനിൽ കേസ് കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് കേസ് കൊടുത്തിട്ടും അത് ഗവൺമെൻറ് റിപ്പോർട്ട് പുറത്തു വിട്ടില്ല. എന്നിട്ട് അന്നത്തെ വിവരാവകാശ കമ്മീഷണർ നേരിട്ട് ഇടപെട്ടിട്ട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടാണ് ആ റിപ്പോർട്ടൊന്ന് പുറത്ത് കിട്ടിയത്. എന്നിട്ട് ആ റിപ്പോർട്ട് എങ്ങനെ പുറത്ത് കിട്ടിയത്? അതിലുള്ള പ്രധാനപ്പെട്ട, അതായത് കുറ്റം ആരോപിക്കുന്ന ആളുകളെ ആരുടെയൊക്കെ പേരിലാണോ കുറ്റം ആരോപിക്കുന്നത് എന്നതും ആ കുറ്റം എന്താണെന്നൊക്കെ ഉള്ള ഒരു 3-4 പേജ് അത് മറച്ചു വെച്ചിട്ടാണ് സർക്കാർ പുറത്തു വിട്ടത്. ഒരു 3-4 പേജ് ഒഴിവാക്കിയിട്ടാണ് ഇത്രയും മെനക്കെട്ടിട്ട് ആ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിട്ടത്. എന്നിട്ട് ആ പേജിൽ എന്താണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ കേസ് കൊടുത്ത് അതിൻ്റെ പിന്നാലെ പോയി കോടതിയെ സമീപിച്ചപ്പോൾ സർക്കാർ എന്താ പറഞ്ഞത്? അത് ചില ആളുകളുടെ രഹസ്യങ്ങളുണ്ടായില്ലെന്നാണ് പറഞ്ഞത്. ചില ആളുകളുടെ പ്രൈവസി ഉണ്ട് അതിൽ, ചില ആളുകളുടെ സ്വകാര്യത ഉണ്ടായില്ല, അതുകൊണ്ട് പുറത്തു വിടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ നോക്കണം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആളുകൾക്ക് സ്വകാര്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പുറത്തു വിടാൻ സർക്കാരിന് പറ്റില്ല. എന്തുകൊണ്ടാണ്? സ്വന്തം ആൾക്കാരാണ്, അവരുടെ സ്വകാര്യത പുറത്തു വിടാൻ പറ്റില്ല. എന്നാലോ ഇത് പിണറായിൻ്റെ 2ാം ഭരണത്തിലാണ് ഉണ്ടാകുന്നത്. 1ാം ഭരണത്തിൽ വേറൊരു റിപ്പോർട്ട് വന്നിരുന്നു. എന്താണ്? സോളാർ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷിച്ച ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1ാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അതിലും കുറേ രാഷ്ട്രീയ നേതാക്കൾ കുറ്റക്കാരാണ്. ഈ വിഷയത്തിൽ കുറേ രാഷ്ട്രീയ നേതാക്കളെ പേരിൽ അതിൽ കുറേ കുറ്റങ്ങളൊക്കെ ഉണ്ട് അന്വേഷിച്ച ഈ സോളാർ കമ്മിറ്റി റിപ്പോർട്ടിൽ. അപ്പോൾ അവിടെ എന്ത് ഈ രാഷ്ട്രീയ നേതാക്കളുടെ സ്വകാര്യത സർക്കാർ നോക്കാഞ്ഞത്? സോളാർ കമ്മിറ്റി റിപ്പോർട്ട് എന്താ ആദ്യത്തെ പിണറായി ഗവൺമെൻറ് ചെയ്തത്? നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച്. അവർ പബ്ലിഷ് ചെയ്തില്ല, നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച് എല്ലാ മെമ്പർമാർക്കും അത് കിട്ടി. അതിലുള്ള കാര്യങ്ങളൊക്കെ നാട്ടുപാട്ടായി. കുറേ ആളുകൾ അതിൽ വഷളായി. ആരൊക്കെയാണ് ഈ സോളാർ കേസിൽ കുടുങ്ങിയതെന്നും അതിലാരൊക്കെയാണ് ഈ സ്ത്രീയുമായിട്ട് ബന്ധങ്ങളുള്ളതെന്നും അതിൽ വിളിച്ചതെന്നും പറഞ്ഞതെന്നും ഒക്കെ അതിലുണ്ട്. എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെ പേരുണ്ട്. അപ്പോൾ അവർക്കൊന്നും സ്വകാര്യത ഇല്ലേ? അതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അവരുടെ സ്വകാര്യതയ്ക്ക് ഒരു വിലയില്ല. അത് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ച് എല്ലാ നേതാക്കളെയും മാനം കെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ സ്വകാര്യത ഉണ്ട്. കാരണം എന്താണ്? ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അതിൽ കുടുങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അവർക്ക് സ്വകാര്യത ഉണ്ട്, അതിന് വിലയുണ്ട്. ഇതാണ് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് നയം. സോളാറിൽ കുടുങ്ങുമ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ സ്വകാര്യത വിഷയമല്ല, കാരണം എതിർ കക്ഷി രാഷ്ട്രീയക്കാരാണ് അതിൽ കുടുങ്ങിയിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ നമ്മളെ ആളുകളും നമ്മളെ MLA മാരൊക്കെയാണ് കുടുങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന് സ്വകാര്യത ഉണ്ട്. ഇത് ഇരട്ടത്താപ്പ് നയമാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഭരണകൂട ഭീകരത എന്ന് ശരിക്കും പറയാം. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ട ഒരു കേസ് പരസ്യമായിട്ടൊരു യാത്രയപ്പ് യോഗത്തിൽ സഹപ്രവർത്തകരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് അഴിമതി ആരോപണം ക്ഷണിക്കാതെ തന്നെ പോയിട്ട് ക്ഷണിക്കാത്ത യോഗത്തിൽ കയറി ചെന്ന് പ്രസംഗിച്ച് ഒരു ഉദ്യോഗസ്ഥനെ അവഹേളിച്ച്
ആത്മഗതം കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തു, മാനക്കേടുമുണ്ട്. ആ പ്രതിയെ ഇങ്ങനെ വീട് വളഞ്ഞിട്ട് പിടിക്കണതോ പിന്നാലെ ഓടി പിടിക്കണതോ നമ്മൾ കണ്ടില്ല. മാന്യമായിട്ട് പിന്നെ അണിഞ്ഞൊരുങ്ങി മേക്കപ്പൊക്കെ ഇട്ടിട്ടാണ് കോടതിയിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ കണ്ടത്, ജയിലിലൊക്കെ പോണതും. ഇങ്ങനെ പോലീസ് പിന്നാലെ ഓടി പിടിക്കണത് നമ്മൾ കണ്ടില്ല. ഇപ്പോൾ അതേ അവസരത്തിൽ അതെന്താണ്, സ്വന്തം ആൾക്കാരാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ ബോബി ചെമ്മണ്ടൂരിന് എന്താ ചെയ്തത്, വയനാട് റിസോർട്ടിൽ പോകണം, അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയി എല്ലാം കൂടി സീനാക്കി. മനസ്സിലായില്ലേ? ഇപ്പോൾ എതിർകക്ഷി അൻവർ, സ്വന്തം കക്ഷിയിലുണ്ടായിരുന്ന അൻവർ എതിർകണ്ഠം പോയപ്പോൾ ഈ അൻവർ ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഒരു പ്രശ്നത്തിൽ, നാട്ടിലുണ്ടായ ഒരു സംഭവത്തിൽ, ഒരു കാട്ടിലുണ്ടായ ഒരു സംഭവം, അതെ അത് ഈ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട ആദിവാസികളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് അവിടെ ചെന്നപ്പോൾ സ്വാഭാവികമായിട്ടും പ്രകോപനം ഉണ്ടാവും. കാരണം ആന ചവിട്ടി ഒരാൾ മരിച്ചതാണ്, അപ്പോൾ പ്രകോപനം ഉണ്ടാവും. അതിൻ്റെ പേരിൽ അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടെങ്കിൽ ബസ്സിന് എറിയും, ഓഫീസ് ആക്രമിക്കും, ഇതൊക്കെ സാധാരണ ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഉണ്ടായൊരു വിഷയത്തിൽ അൻവറിനെ അറസ്റ്റ് ചെയ്തത് എങ്ങനെ? അൻവറിനെ വീട് വളഞ്ഞ് സീനുണ്ടാക്കി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ സ്വന്തം ആൾക്കാരാവുമ്പോൾ അറസ്റ്റിനൊരു സ്വഭാവം, മാന്യതയും ഒരു അവരുടെ സ്വകാര്യത സംരക്ഷിക്കലും ഒക്കെ ഉണ്ട്. എതിർകക്ഷിയാവുമ്പോഴോ ഇതൊന്നുമില്ല. പോലീസിനെ വിട്ടിട്ട് ഗുണ്ടകളെ പിടിപ്പിക്കുന്ന പോലെ പിടിപ്പിക്കുക. ഈ നയം ശരിയല്ല. ഈ പിണറായി ഗവൺമെൻറ് ചെയ്യുന്ന ഈ നയം ഒട്ടും ശരിയല്ല. ഓക്കെ.